ഒരു MDMA 10 ഗ്രാം MDMA എന്നാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. 10 ഗ്രാം കൈവശം വെച്ചിരുന്നാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കുറ്റമാണ്. 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം. അവിടെ ക്രിമിനൽ കോൺസ്പിറസി കൂടെ പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് 40 വർഷം വരെ ആവാം. ഈ MDMA അത്രയും ഗൗരവമുള്ള കുറ്റമായതുകൊണ്ടാണ് ഈ 10 ഗ്രാം എന്നാൽ നമ്മുടെ കയ്യിലിങ്ങനെ അടക്കി വയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. മാത്രമല്ല ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ക്രിസ്റ്റൽ ഫോമോ പൗഡർ ഫോമോ ഉള്ള ഈ രൂപം ഒരു പാനീയത്തിലോ ഐസ്ക്രീമിലോ ഒക്കെ ഇട്ടാൽ അതിൽ രുചി വ്യത്യാസം വരില്ല എന്നുള്ളതാണ്. അതിന് നിറവ്യത്യാസം ഉണ്ടാവില്ല, രുചി വ്യത്യാസം ഉണ്ടാവില്ല, അതിൻ്റെ സ്മെല്ലിന് വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മുടെ പല കുട്ടികളും ചീറ്റ് ചെയ്യപ്പെടാം അറിയാണ്ട്. ഒരു പാനീയത്തിൽ, ഒരു റേവ് പാർട്ടിയിലോ ഒരു DJ പാർട്ടിയിലോ ഒക്കെ വെൽക്കം ഡ്രിങ്കിനകത്ത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഡ്രഗ് ഇട്ട് ഒരാളിനെ ചീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റും ഞങ്ങളുടെ വകുപ്പും ഇതിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഉത്തരമേഖലയിലെ മറ്റു ടീമുകൾ നോക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ കാസർഗോഡ് 2 MDMA വേട്ട നടത്തി. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അളവിലുള്ള 2 MDMA വേട്ട നടത്തി. ഞങ്ങളുടെ കാഞ്ഞങ്ങാട് ടീമും ഞങ്ങളുടെ തന്നെ ഹോസ്ദുർഗ് ടീമും. ഈ ഉത്സവകാലം ഒരു സ്പെഷ്യൽ ഡ്രൈവായി പ്രഖ്യാപിച്ച് എല്ലാ പഴുതുകളും അടച്ചുള്ള സുരക്ഷാ സംവിധാനം സംസ്ഥാനത്തൊട്ടുക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ ഓപ്പറേഷൻ തണ്ടർ വളരെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 34,396 കേസുകൾ ഞങ്ങൾക്ക് ഈ കാലത്ത് ലഹരി കേസുകൾ എക്സൈസ് വകുപ്പിന് മാത്രം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ MDMA വേട്ട ഞങ്ങൾ ഓപ്പറേഷൻ തണ്ടർ ഡിക്ലെയർ ചെയ്യുന്നതിന് ചില ദിവസങ്ങൾക്ക് മുന്നെയാണ്. അത് ഈ കണക്കിൽ വരുന്നില്ല. അതിൽ തന്നെ 3,345 NDPS കേസുകൾ, 4,780 അബ്കാരി കേസുകൾ, ബാക്കി 25,119 നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കേസുകൾ, 33 കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസ് കണ്ടെത്തിയെന്നുള്ളതാണ്. എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ടാണ്. എല്ലാ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തിയായി മുന്നോട്ട് പോകും.